കോട്ടയം തിരുവാതുക്കലിലെ ദമ്പതികളുടെ കൊലപാതകത്തിന് മകന്റെ മരണവുമായി ബന്ധമില്ലെന്ന സിബിഐയുടെ പ്രാഥമിക നിഗമനം. വിജയകുമാർ മീര ദമ്പതികളുടെ മരണവുമായി ബന്ധപ്പെട്ട് സിബിഐക്ക് പോലീസിൽ നിന്നും ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രാഥമിക വിലയിരുത്തൽ. 2017 ദമ്പതികളുടെ മകൻ ഗൗതമിനെ ദുരൂഹ സാഹചര്യത്തിൽ റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അതേസമയം തന്റെ ജീവിതം തകർത്തതിന്റെ പക വീട്ടാനാണ് കൊല നടത്തിയതെന്നാണ് പ്രതി അമിത് ഒറാങ് പോലീസിന് നൽകിയ മൊഴി. ജോസി ബാബു ഉണ്ട് വിവരങ്ങൾ നൽകാനായി. ജോസി, ഇതിപ്പോൾ ഈ ഒരു കൊലപാതക വാർത്ത വന്ന സമയത്ത് തന്നെ മകന്റെ ദുരൂഹ സാഹചര്യത്തിലുള്ള മരണം കൂടി വലിയ ചർച്ചയായിരുന്നു. അതിലും ഈ അമിത്തിന് പങ്കുണ്ടോ എന്നുള്ളൊരു സംശയം തന്നെയാണ് പോലീസിന്റെ മുന്നിലേക്ക് ആദ്യം ഉയർന്നത്. എന്നാൽ CBI ഒക്കെ അന്വേഷിച്ചൊരു കേസായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് TSFLE അടക്കമുള്ള ആളുകൾ നമ്മളോട് നേരത്തെ സംസാരിക്കുകയും ചെയ്തിരുന്നു. ഒരു കൊലപാതകമാണെന്നുള്ളൊരു വാദം കൂടി അവരൊക്കെ ഉയർത്തിയിരുന്നു. എന്തായാലും അത്തരത്തിലുള്ള മകന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് നിലവിൽ അമിത്തിന് പങ്കില്ല എന്നുള്ളൊരു പ്രാഥമിക നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തിച്ചേർന്നിട്ടുണ്ടല്ലേ? തീർച്ചയായും ജിൽസി, ദമ്പതികളായ വിജയകുമാറിന്റെയും അതോടൊപ്പം മീരയുടെയും മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വന്ന പ്രധാനപ്പെട്ട ഒരു ആരോപണമായിരുന്നു മകൻ ഗൗതമിന്റെ ദുരൂഹ മരണവുമായി ഇവരുടെ മരണത്തിന് ബന്ധമുണ്ട് എന്നുള്ളത്. എന്നാൽ പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ ഇക്കാര്യത്തിൽ അവർ ഈ വാദങ്ങളും സംശയങ്ങളും തള്ളിക്കളയുകയായിരുന്നു ചെയ്തത്. എന്തായാലും ഇപ്പോൾ പ്രതി പിടിയിലായതിനു ശേഷം പോലീസ് അക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. കേവലമായ വ്യക്തിവിരോധം മൂലമാണ് ഈ പ്രതി അമിത് ഒറാങ് ഇത്തരത്തിലുള്ള കുറ്റകൃത്യം നടത്തിയത്. അത് മുൻപുള്ള സംഭവവുമായി യാതൊരു തരത്തിലുള്ള ബന്ധവും ഇല്ല എന്നതാണ് പോലീസിന്റെ നിഗമനം. അതുതന്നെയാണ് പോലീസ് നേരത്തെയുള്ള കേസിലും ഗൗതമിനെ ദുരൂഹ സാഹചര്യത്തിൽ റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിരുന്നു. അതേസമയം അതൊരു കൊലപാതകത്തിന്റെ സാധ്യതയില്ല എന്നായിരുന്നു അന്ന് പോലീസ് പറഞ്ഞിരുന്നത്. ഇതിനൊക്കെ എതിരെയായിരുന്നു ഈ CBI സമീപിക്കുകയും CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതി കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഇത്തരത്തിൽ CBI അന്വേഷണത്തിന് അനുമതി നൽകിക്കൊണ്ട് ഉത്തരവിടുകയും ചെയ്തത്. ഇതിനിടയിലാണ് ഈ ഇരട്ട കൊലപാതകം നടന്നതെന്നുള്ളതാണ് ഇത്തരത്തിലുള്ള വലിയ ചർച്ചകൾ രൂപപ്പെടുവാനും സംശയങ്ങൾ ഉയർന്നു വരുവാനും കാരണമായത്. ഇതേ തുടർന്ന് CBIയുടെ കൊച്ചി യൂണിറ്റിൽ നിന്നുള്ള സംഘം കോട്ടയത്തെ വീട്ടിലെത്തി പരിശോധന നടത്തി. അതോടൊപ്പം ഇന്നലെ കോട്ടയം വെസ്റ്റ് പോലീസിലെത്തി നേരിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ വിവരങ്ങൾ തേടി. കൂടാതെ ഈ പ്രതി അമിത്തിനെ ചോദ്യം ചെയ്യാനുള്ള സാധ്യതകളും അന്വേഷണ സംഘം തേടിയിരുന്നു. ഇപ്പോൾ നമുക്ക് ഏറ്റവും ഒടുവിൽ പങ്കുവെക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം CBIയുടെ പ്രധാനപ്പെട്ട ഒരു നിഗമനത്തിലേക്ക് എത്തിയിരിക്കുന്നു. മുമ്പ് നടന്ന ഗൗതമിന്റെ മരണവും ഇപ്പോൾ നടന്ന ഇരട്ട കൊലപാതകങ്ങളും തമ്മിൽ നേരിട്ടൊരു ബന്ധവും കണ്ടെത്തുവാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു ലിങ്ക് കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല. ഇത് തമ്മിൽ യാതൊരുവിധ ബന്ധവുമില്ല എന്നാണ് പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിൽ CBI കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും CBI സംഘം കോട്ടയത്ത് തുടരും. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ച് വിവരശേഖരണം കൂടി CBIയുടെ ഭാഗത്തുനിന്ന് നടക്കേണ്ടതുണ്ട്. അക്കാര്യങ്ങൾ നടക്കും. അതോടൊപ്പം തന്നെ ഈ അമിത്തിനെ ചോദ്യം ചെയ്യാനുള്ള നടപടികളിലേക്കും കടക്കും. സ്വാഭാവികമായും പോലീസിന്റെ ഇപ്പോഴുള്ള കണ്ടെത്തലുകൾ പ്രധാനപ്പെട്ടത് വൈരാഗ്യമാണ്. മുമ്പുണ്ടായ കേസിൽ അറസ്റ്റിലായതും ജയിലിൽ പോയതും അടക്കമുള്ള കാര്യങ്ങളാണ് ഇത്തരത്തിൽ കൊല നടത്തുവാൻ ഈ അമിത്തിനെ പ്രേരിപ്പിച്ച കാരണങ്ങൾ എന്നത് തന്നെ CBIയും വിശ്വാസത്തിലെടുക്കുന്നു. അല്ലെങ്കിൽ CBIയും ആ നിലയ്ക്കുള്ള നിഗമനത്തിലാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് മുമ്പുണ്ടായ ദുരൂഹമരണവും ഇപ്പോഴുള്ള ദമ്പതികളുടെ കൊലപാതകവും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്നുള്ള കാര്യത്തിലേക്കുള്ള നിഗമനത്തിലേക്കും വിലയിരുത്തലിലേക്കും CBI എത്തി നിൽക്കുന്നത്. ജിൽസി.